പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടവർ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. അതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ വിഷയം. സ്ഥാനാർത്ഥി ചർച്ച പലപ്പോഴും പകുതി വഴിയിൽ മുടങ്ങുന്നതും ഇത്തരം പ്രതിസന്ധികൾ കാരണമാണ്. കെ സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കന്മാർക്ക് ഇപ്പോഴും മത്സരിക്കാനുള്ള ആഗ്രഹം അവസാനിച്ചിട്ടില്ല. കണ്ണൂരിൽ വീണ്ടും മത്സരിക്കണമെന്നാണ് കെ സുധാകരൻ്റെ ആഗ്രഹം, അതും നിയമസഭയിലേക്ക്. നിലവിൽ ലോക്സഭാ അംഗമാണ്. കണ്ണൂരിൻ്റെ മണ്ണിൽ തനിക്ക് വീണ്ടും മത്സരിക്കാൻ കഴിയും, വിജയിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് നേതാക്കന്മാർക്കൊപ്പം കെ സുധാകരൻ പങ്കുവയ്ക്കുന്നത്. കെ സുധാകരൻ്റെ പിടിവാശി കാരണം കഴിഞ്ഞ ദിവസം 55 പേരുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പുറത്തുവിട്ടത്. ചർച്ചകൾ വലിയ തരത്തിലുണ്ടാകും എന്നത് കാരണം മാധ്യമങ്ങളെ കാണുന്നതിൽ നിന്നും നേതാക്കന്മാർ പിന്മാറി പകരം പ്രസ് റിലീസായിട്ടാണ് സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ പുറത്തേക്ക് വിട്ടത്. വരും ദിവസങ്ങളിൽ ഇതേ ചർച്ച തുടരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതാക്കന്മാർ പങ്കുവയ്ക്കുന്നത്. ഉടക്കും ചർച്ചകളും നടക്കുന്ന മണ്ഡലങ്ങളെ ഒഴിവാക്കിയായിരുന്നു 55 പേരുടെ പേര് പുറത്തുവിട്ടത്. അതിൽ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നടക്കുന്ന ജില്ലകളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് തിരുവനന്തപുരവും പത്തനംതിട്ടയുമാണ്. പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം കോന്നി നിയമസഭാ മണ്ഡലത്തിൽ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത് MP കൂടിയായ അടൂർ പ്രകാശാണ്. കോന്നിയിൽ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ഇത് അംഗീകരിക്കാൻ തയ്യാറല്ല എന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. എന്തായാലും കോന്നിയുടെ മത്സര രംഗത്തേക്ക് അടൂർ പ്രകാശ് ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ പിന്നീട് അറിയാൻ കഴിയും. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയുമാണ്. ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, രാജ്യസഭാ അംഗമായും ലോക്സഭാ അംഗമായും ഒക്കെ തന്നെ കോൺഗ്രസിലുള്ളവർക്ക് നിയമസഭയിൽ മത്സരിക്കാനുള്ള താല്പര്യം കൂടുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഇത്തരത്തിൽ ഒരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്? അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ടാണ്? അത് അധികാരമോഹമാണോ? ഇതാണ് എല്ലാ നേതാക്കന്മാരും പരസ്പരം ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ ഈ നേതാക്കന്മാർക്ക് സംസാരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നതേയുള്ളൂ. എന്തായാലും ആദ്യ പട്ടിക വന്നപ്പോഴേക്കും പ്രശ്നസങ്കീർണമായ മണ്ഡലങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു പട്ടിക പുറത്തുവിട്ടുകൊണ്ട് കോൺഗ്രസ് തൽക്കാലം തലയൂരിയിരിക്കുകയാണ്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിലവിലെ MLA-മാർ അല്ലെങ്കിൽ മത്സരിച്ച് വിജയിച്ച കോൺഗ്രസ് നേതാക്കന്മാരുടെ എല്ലാം പേര് പുറത്തു വന്നിരിക്കുന്നു. ഇനി വലിയ തരത്തിലുള്ള മത്സരങ്ങൾ നടക്കേണ്ടതും മത്സരിച്ച് വിജയിക്കേണ്ടതുമായ മണ്ഡലങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട, അതായത് കോൺഗ്രസ്സിന് വലിയ തരത്തിൽ അടിപതറിയ ജില്ലകളാണ്: 1 തിരുവനന്തപുരം, 2 കൊല്ലം, 3 പത്തനംതിട്ട, 4 ആലപ്പുഴ. ഈ ജില്ലകളിലെ ഒന്നും തന്നെ സ്ഥാനാർത്ഥികളെ പൂർണ്ണമായി പ്രഖ്യാപിക്കാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടില്ല. ചർച്ചകൾ ഒപ്പം തന്നെ ഉപചർച്ചകൾ ഇങ്ങനെ നീണ്ടുപോവുകയും ചെയ്യുന്നു. എന്തായാലും തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴേക്കും പ്രശ്നങ്ങൾ വലിയ തരത്തിൽ ഉയരുന്നു അല്ലെങ്കിൽ തലപൊക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം തിരുവനന്തപുരം സെൻട്രലിൽ ആര് മത്സരിക്കണം, ഒപ്പം വാമനപുരം, അതുപോലെ തന്നെ അരുവിക്കര, നെടുമങ്ങാട് ഇങ്ങനെ തുടങ്ങുന്ന മണ്ഡലങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ചെറുതല്ല. മുതിർന്ന നേതാക്കന്മാരാണ് വലിയ തരത്തിലുള്ള അവകാശവാദം ഉന്നയിച്ച് വഴിമുടക്കികളായി നിൽക്കുന്നതെന്ന് ചില കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം ഒരു സമയത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ ഈറ്റില്ലം എന്നൊക്കെ പറഞ്ഞിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ അവിടെ ഒരു സ്ഥാനാർത്ഥിയെ കൃത്യമായി കണ്ടെത്താൻ പോലും കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഒരു നിയമസഭയിൽ, പ്രത്യേകിച്ചും പത്തനംതിട്ടയിൽ, 1-ലധികം അവകാശവാദമാണ് ഉയരുന്നത്. ആറന്മുളയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും അഭിമാനകരമായ പോരാട്ടം നടത്തേണ്ട മണ്ഡലത്തെ ചൊല്ലി സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ പേരിൽ വലിയ തരത്തിൽ പ്രാദേശികവാദം ഉൾപ്പെടെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ കോൺഗ്രസ്സിന് വളരെ വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ നേതാക്കന്മാർ പങ്കുവെക്കുന്നുണ്ടെങ്കിൽ തന്നെയും ഈ സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറങ്ങിയാൽ തന്നെയും ചേരിപ്പോര് അവസാനിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും അവശേഷിക്കുകയാണ്.